ഉത്തരേന്ത്യയിലൊക്കെ സാധാരണക്കാരായ മനുഷ്യർ ഗോമൂത്രം കുടിക്കുന്നത്, പശുവിൽ നിന്ന് നേരിട്ട് തന്നെ ഗോമൂത്രം കുടിക്കുന്നതും അതിൻ്റെ വീഡിയോ പങ്കുവെക്കുന്നതും അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിപ്പോൾ ഒരു IITയുടെ ഡയറക്ടറാണ് ഗോമൂത്രത്തിന് ഇങ്ങനെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗസ് തുടങ്ങിയ സവിശേഷതകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. വിവരമില്ലാന്ന് നമുക്ക് സാധാരണക്കാരായ ആളുകളെ കുറിച്ച് പറയാം, ഒരു IIT ഡയറക്ടറെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IITയുടെ ഡയറക്ടർ സംസാരിച്ചത് ഗോസംരക്ഷണശാല അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പരിപാടിയിലാണ്. അതായത് ഇപ്പോൾ ഒരു കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ വലിയ പ്രോമിനൻസ് കിട്ടിയിരിക്കുന്ന ഈ ഗോസംരക്ഷണം എന്നൊക്കെ പറയുന്ന പരിപാടികളുടെ ഒരു തുടർച്ചയായി സംഘടിപ്പിക്കപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഗോസംരക്ഷണശാല എന്നോ മറ്റോ പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിലോ മറ്റോ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇതിനേക്കാൾ വലിയ വങ്കത്തരങ്ങൾ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു പക്ഷേ 2014 ശേഷം ഇങ്ങോട്ട് എഴുന്നള്ളിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിൽ മാത്രമല്ല, വളരെ പ്രഗത്ഭരായ വൈദ്യശാസ്ത്ര വിദഗ്ധരും അതുപോലെ എൻജിനീയർമാരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വരെ ഇത്തരം മണ്ടത്തരങ്ങളും വങ്കത്തരങ്ങളും എഴുന്നള്ളിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇതേപോലെ വലിയ വൈദ്യശാസ്ത്ര വിദഗ്ധരും എൻജിനീയർമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ ഈ എന്താ പറയുക അവയവമാറ്റ ശസ്ത്രക്രിയ വളരെ കാലം മുമ്പേ ഉണ്ടായിരുന്നു, പുരാണത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പുരാണ കാലങ്ങളിലേ ഉണ്ടായിരുന്നു. അതിന് തെളിവാണ് ഈ ഗണേശൻ്റെ അത് ഗണപതി ഭഗവാന്റെ ശിരസ് മാറ്റിവെച്ചത് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നു. ഇത് അവിടെ മാത്രം അവസാനിക്കില്ല, പിന്നെ ഇങ്ങോട്ട് അതിനു മുമ്പും അതിൻ്റെ തുടർച്ചയുമായിട്ട് പിന്നെ ഇങ്ങോട്ട് ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാൻ പറ്റും. അത് ഏത് ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസക് ന്യൂട്ടൻ്റെയും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും തിയറികളൊക്കെ തെറ്റാണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്നുള്ളത് ഇനി വരും കാലത്ത് നരേന്ദ്രമോദി വേവ്സ് എന്നറിയപ്പെടും എന്ന് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിൽ ഇതേ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള വേറൊരാൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടിരുന്ന ഒരു നാഗേശ്വർ റാവു എന്ന് പറഞ്ഞ ചങ്ങാതി 2019 ശാസ്ത്ര കോൺഗ്രസ്സിൽ വന്ന് അവതരിപ്പിച്ച പ്രബന്ധം എന്ന് പറയുന്നത് മഹാഭാരത കാലത്ത് സ്റ്റെം സെൽ റിസർച്ച് ഉണ്ടായിരുന്നു, അതിന് തെളിവാണ് കൗരവന്മാരുടെ ജനനം എന്നാണ്. അങ്ങനെ പലത്. രാജസ്ഥാൻ ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു ഒരു മഹേഷ് ചന്ദ്ര വർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നത് മയിലുകൾ എണ്ണ ചേരാറില്ല, മയിലിൻ്റെ കണ്ണീര് കൊണ്ടാണ്, കണ്ണീര് കുടിച്ചിട്ടാണ് വേറൊരു മയിൽ എന്താ പറയുക ഗർഭധാരണം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് മുഴുവൻ ഒന്നുമില്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഈ വൈസ് ചാൻസലർമാർ ആ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ റിസർച്ചർമാർ. ഇപ്പോൾ ജുനഗഡ് സർവകലാശാലയിലെ കുറേ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഏതാണ്ട് 2018-2019 കാലത്താണ് ഇവർ പറയുന്നത്. ഗുജറാത്തിലെ ഒരു സ്പെസിഫിക് സ്പീഷീസ്, അതും ഗുജറാത്തിലെ ഒരു സ്പെസിഫിക് സ്പീഷീസിൽപ്പെട്ട പശുക്കളുടെ 400 പശുക്കളുടെ ഗോമൂത്രം അവർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗോമൂത്രത്തിൽ 3 മുതൽ 10 മില്ലിഗ്രാം വരെ സ്വർണം കണ്ടെത്തി എന്നാണ് അവരുടെ ഗവേഷണ ഫലം ഉണ്ടായിരുന്നത്. ഈ ഗവേഷണ ഫലത്തിന് എന്തെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പുരോഗതി ഉണ്ടായതായിട്ടോ അങ്ങനെ സ്വർണം ഉൽപ്പാദിപ്പിച്ചതായിട്ടോ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പലതും എഴുന്നള്ളിക്കപ്പെടുന്നുണ്ട്, പല കാര്യങ്ങളും. അതൊക്കെ ഇത് പലതും അവതരിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ സയൻറ്റിഫിക് ടെമ്പർ എല്ലാ സിറ്റിസൻസിലും ഉണ്ടാകണം എന്ന് ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഒരു രാജ്യത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ പരമോന്നതമായിട്ടുള്ള ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ എഴുന്നള്ളിക്കുന്നതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ പിന്നെ ഗോസംരക്ഷണശാലയിൽ പോയിട്ട് ഈ വി കാമകോടി എന്ന് പറയുന്ന മദ്രാസ് IIT ഡയറക്ടർ ഇത് പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം മദ്രാസ് IITയുടെ ഡയറക്ടറാണ്. വീഴിനാഥൻ കാമകോടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഗവേഷണം നടത്തുന്നത് എനിക്ക് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. VLSI, അതായത് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ. അതിലാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ട്രാൻസ്മിറ്ററുകളെ യോജിപ്പിച്ച് ചിപ്പുകൾ ഉണ്ടാക്കുന്ന പണിയാണ്. അപ്പോൾ അതിലാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് അദ്ദേഹം നടത്തുന്നത്. മദ്രാസ് IITയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം PhD എടുത്തിരിക്കുന്നത്. ഈ മദ്രാസ് IITക്ക് വേറൊരു പ്രത്യേകത കൊണ്ട് നമ്മൾ ആലോചിക്കണം.
മദ്രാസ് ഐഡിയൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 100-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അവിടെ നിലനിൽക്കുന്ന ഈ സവർണ മേൽക്കോയ്മയാണ്. അതായത് ഈ സവർണ ജാതി വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ താഴ്ന്ന ജാതിയിൽ സംവരണമൊക്കെ വന്നതിന് ശേഷം അവർ താഴ്ന്ന ജാതിയിൽ എന്ന് കരുതപ്പെടുന്ന വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളോട് വളരെ മോശമായി പെരുമാറുന്നു. അതിനെ തുടർന്ന് പലരും മനമെടുത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനൊരു ആക്ഷേപം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു വിദ്യാർത്ഥിനി, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടൊരു വിദ്യാർത്ഥിനി അവിടെ പഠിക്കുകയും 1-ാം വർഷത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം അധികം വൈകാതെ സോഷ്യൽ സയൻസിലോ മറ്റാണ് ആ കുട്ടി പഠിച്ചിരുന്നത്. അത് ആത്മഹത്യ ചെയ്യുകയും അത് വലിയ കേസാവുകയും ഇപ്പോൾ അതിൻ്റെ സംബന്ധിച്ച് കേസ് തീർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ആ കുട്ടിയുടെ ആത്മഹത്യ സംബന്ധിച്ചൊരു കൃത്യതയിലെത്താൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കൊന്നും സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാരമ്പര്യം ഈ പറയുന്ന IITക്ക് അവിടെ ഉണ്ട്. അതായത് ഈ പറയുന്ന ശാസ്ത്രീയ ഗവേഷണങ്ങളൊക്കെ നടത്തുകയും വലിയ എൻജിനീയറിംഗ് ടെക്നോളജി വികസിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലും ഈ ജാതി വ്യവസ്ഥയിൽ അഭിരമിക്കുകയും അതിൽ എന്താ പറയുക അതൊക്കെ മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ നടത്തുന്നൊരു സ്ഥാപനമായിട്ട് ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഭരിച്ചിട്ട് പോലും അവിടെ അതായത് IIT എന്ന് പറയുന്ന കേന്ദ്ര സർവകലാശാല കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലാണ്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും മനസ്സുകൊണ്ടൊരു മാറ്റം അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് വരുത്താൻ ഈ DMK പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഇത്രയും നീണ്ട കാലത്തെ പ്രവർത്തനങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മളതിനെ കാണും. അപ്പോൾ പിന്നെ അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് ഇതൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ വിവരിച്ച ഈ പാരമ്പര്യം ഒരു പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോവിഡ് ഒക്കെ വ്യാപിച്ച കാലത്ത് നമ്മൾ കണ്ടില്ലേ, ചാണകം ദേഹത്ത് പൂശിയാൽ അല്ലെ ചാണകത്തിൽ കുളിച്ചാൽ കോവിഡ് മാറും എന്നൊക്കെ മന്ത്രിമാർ ഉദ്ഘോഷിക്കുന്നതോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതികൾ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് പോലും ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ പുതിയൊരു ഉദാഹരണം എന്നുള്ള മട്ടിൽ മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ.